ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം നടക്കാട്ടോ, ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ. അപ്പോൾ ഞങ്ങൾ പോവാണ്. അവിടെ അന്നദാനം ഉണ്ട്, പ്രസാദം ഇട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോകണം, തൊഴുകണം, പിന്നെ പ്രസാദം ഇട്ട് കഴിക്കണം, അതിന് ഷോപ്പിൽ പോകണം. അപ്പം അതാണ് പ്ലാനിങ്. ഇറങ്ങിയപ്പോൾ വൈകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നട അടച്ചിട്ടുണ്ടോയെന്നും അറിയത്തില്ല. നമ്മുടെ പാറു പണി തന്നതാണ്. പാറു വൈകിയാണ് എണീറ്റതല്ല, പാറു വൈകിയാണ് റെഡി ആവണത്. എന്ത് വെച്ചിരിക്കണേ? അപ്പം നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം. ബാ, വണ്ടി എടുത്താലോ. അപ്പം ഇതാണ് നമ്മുടെ പാറുവിൻ്റെ ലുക്ക് വരുന്നത്. ഇത് മീഷോ എന്നാണ് ഈ ടോപ്പ് എടുത്തേക്കുന്നത്. ഇത് മീഷോ എന്നാണേ. നല്ലതല്ലേ? എനിക്കിഷ്ടമാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെയൊക്കെ ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ട്, പാറു പറയുന്നുണ്ട്. ഇതിൻ്റെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾ പയ്യെ വണ്ടി എടുക്കട്ടെ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോവാം കേട്ടോ. അപ്പം ഭയങ്കര വെയിലുണ്ട്. ഭാഗ്യത്തിന് അമ്പലത്തിൽ നട അടച്ചിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. കാരണം ആൾക്കാർ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. അമ്പലം അടിപൊളിയാണ്. ഞങ്ങളൊക്കെ പണ്ട് ചെറുപ്പത്തിലുണ്ടല്ലോ ഈ അമ്പലത്തിലേക്ക് ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് ഈ അമ്പലത്തിലേക്ക് ഒരു 2-2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ നടക്കാനുണ്ട്. 2-2.5 കിലോമീറ്റർ എന്തായാലും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ നടന്നാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നടന്ന് വന്ന് വർത്താനം, ഞങ്ങളെല്ലാ ഫ്രണ്ട്സും അവിടെ നടന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോൾ പാറിനോട് പറയുന്നത്, നീയൊക്കെ വണ്ടിയിലാണ് വന്നത്, ഞാനൊക്കെ നടന്നാണ് വന്നുകൊണ്ടിരുന്നതെന്ന്. വൈകിട്ട് നട അടച്ചിട്ടുണ്ടായില്ല. ഞങ്ങൾ അകത്തൊക്കെ കയറി തൊഴുതു. പിന്നെ പ്രസാദൂട്ടിനിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ സാമ്പാറുണ്ടായിരുന്നു, ക്യാബേജ് തോരനുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, പച്ചമോരുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസം ഇവിടെ ഓരോതാണ്. പക്ഷേ ഇവിടെ എന്നും പ്രസാദൂട്ടുണ്ട്. ഇവിടുത്തെ പ്രസാദൂട്ടും പിന്നെ ഇവിടുത്തെ പായസം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇത് അമ്പലത്തിൻ്റെ അടുത്തുള്ള പെരിയാറാണ് പോകുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ മരിച്ചവർക്കുടെ അസ്ഥിയൊക്കെ കൊണ്ടുവന്ന് ഒഴുക്കണം. ഇവിടെയാണ് ഭയങ്കര ഫേമസ് ആണ് ഈ അമ്പലം കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പാറുവിനെ പാറു ആണെങ്കിൽ പൈകെ ഫുഡ് കഴിക്കുള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് കഴിച്ച് കഴിയും. എനിക്ക് ഫുഡ് ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് കഴിക്കണം. അപ്പോൾ പാറു ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ തൊട്ടടുത്ത് നിൽക്കുന്ന ചേച്ചി പറഞ്ഞു, നീ എപ്പോൾ ഇരിക്കണേ, നീ ഒന്ന് വേഗം കഴിക്കരുത് എന്താണെന്നൊക്കെ ചോദിച്ചാൽ അവളോട് ഇതായിട്ടോ. അപ്പോൾ പുള്ളിക്കാരി പേടിച്ചു. അപ്പോൾ പുള്ളിക്കാരി വേഗം കഴിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ വന്നു. പിന്നെ ഞങ്ങളുടെ അമ്പലത്തിൻ്റെ ബാക്കാട്ടോ അത്. ഇവിടെ ഇങ്ങനെയൊക്കെ ഇത് ഓരോ പ്രാവശ്യം ഇങ്ങനെ ഓരോ മാറ്റങ്ങളാണ് അമ്പലത്തിൽ വരുന്നത്. അപ്പോൾ വല്യമ്മ ഉണ്ടായിരുന്നു. വല്യമ്മേനെയൊക്കെ കണ്ടു, വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് കേട്ടോ. അമ്പലത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഉത്സവമാണ്. ഇനി വൈകുന്നേരമൊക്കെ എന്നും പരിപാടിയുണ്ട്. വൈകുന്നേരം സദ്യ ഉണ്ട് കേട്ടോ. വൈകുന്നേരം അന്നദാനമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല രസമാണ്. അതിങ്ങനെ നേരെ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കോമഡി. നമ്മുടെ പാറുവിന് കാത് കുത്തണം, പിന്നെ നമ്മുടെ ശ്രീലക്ഷ്മിക്കും കാത് കുത്തണം. അപ്പോൾ അതിൻ്റെ അങ്കാട്ടായി കേൾക്കുന്ന മൊത്തം 2 പേർക്കും കുത്തുകയും ചെയ്യണം, പേടി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ധൈര്യത്തോടുകൂടി ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്തു തരാം, ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ഞാൻ പാറുവിനെ തന്നെ അങ്ങോട്ട് ഇരുത്തി. കാരണം പാറുവിനെ അടിക്കുമ്പോൾ എനിക്ക് പേടിക്കാതെ അടിക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് പാറുവിൻ്റെ അടിച്ചൊക്കെ കഴിഞ്ഞ് ശ്രീലക്ഷ്മിയുടെ അടിച്ചു കേട്ടോ. പാവം ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, വേദന ഉണ്ടാവുമെന്നോ. പക്ഷെ അടിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്ക് വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം എനിക്ക് ഒരെണ്ണം കൂടി അടിച്ചാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഹെയർ സ്പാ ചെയ്യാനുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല താരനും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ശ്രീലക്ഷ്മി ഉള്ള ദിവസമാണല്ലോ ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ശ്രീലക്ഷ്മിനെ കൊണ്ട് എൻ്റെ പിരിവും ത്രെഡ് ചെയ്യിച്ചു, അതുപോലെ ഹെയർ സ്പായും ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ. ഞാൻ ചെയ്യാറുണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും. നമ്മുടെ ഒരുപാട് ഇങ്ങനെ താരനൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ സ്പാ ചെയ്യും. അപ്പോൾ എനിക്കൊരു ഭയങ്കര വ്യത്യാസം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലോറിയലിൻ്റെ സ്പായാണ് ഞാൻ ചെയ്യുന്നത്. അത് ഡാൻഡ്രഫും വരുന്നുണ്ട്, ഹെയർ ഫോളിൻ്റെയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ പാറു അവിടെ വെയിറ്റ് ചെയ്ത് പറഞ്ഞിട്ടും വേദന ഉണ്ട് കേട്ടോ. കാതൊക്കെ കുത്തിയിട്ട് അവൾക്ക് ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല. വേദന ഉണ്ടോടി? ഇല്ല ഇനി കുത്താൻ അവൾ റെഡി ആയിട്ടിരിക്കണേ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പായൊക്കെ ചെയ്തു. നമ്മുടെ ശ്രീലക്ഷ്മി അടിപൊളിയായിട്ട് തലയിൽ മസാജൊക്കെ ചെയ്തു കേട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ഹെയർ വാഷൊക്കെ ചെയ്തു. അപ്പോൾ നല്ല അടിപൊളി നല്ല സ്മൂത്തായിട്ട് ഹെയർ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസം നമ്മുടെ മുടിയുമ്പോൾ തൊടാൻ. അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് ചുരിദാറിൻ്റെ ലൈനിങ്ങൊക്കെ എടുക്കാൻ പോകാനുണ്ട് എന്നും പറഞ്ഞ് ഞങ്ങളുടെ പെരുമ്പാവൂർ പരാഗിലാട്ടോ പോയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ കാത് കുത്തിയത്. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ. അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യണം കേട്ടോ. വേറെന്താ, ഇതാണ് നമ്മുടെ കാത് കുത്തിയേക്കണേ. കാത് കുത്തായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്നോ ഒന്ന് കമൻറ്റിലും കൂടി പറയണേ. അപ്പോൾ